ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം മാസ്. അപ്പോൾ ഗൈസ് ഞാനും എൻ്റെ ഫ്രണ്ട് മുഹമ്മദും കൂടി ഒരു CS റാങ്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഗൈസ് ഇപ്പോൾ നമ്മൾ റാങ്ക് ചെയ്ത് വെച്ചാൽ നമ്മളിപ്പോൾ റാങ്ക് ഹീറോയ്ക്ക് 3 സ്റ്റാർ ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ സീസൺ മാസ്റ്റർ റാങ്ക് പുഷിന് ആർക്കെങ്കിലും കൂടണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക. ഷാൻഷമാസ് എന്നാണ് ഇൻസ്റ്റയിൽ പേര്. എല്ലാവരും ഫോളോ ചെയ്യുക, പിന്നെ മെസ്സേജ് അയക്കുക. പിന്നെ ഗൈസ് കഴിവതും നിങ്ങൾ ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ബട്ട് ഗൈസ് അതെനിക്കൊരു വലിയ സപ്പോർട്ടായിരിക്കും. പിന്നെ ഗൈസ് നമ്മൾ കളിക്കുന്നത് ആരപ്പം വെച്ചാൽ എൻ്റെ ഫ്രണ്ടും കൂടി എൻ്റെ ഫ്രണ്ടും കൂടി ആയ മുഹമ്മദിൻ്റെ ഒപ്പമാണ്. അവൻ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. നമ്മൾ വന്ന് പെട്ടിട്ടുള്ള എവിടെ വെച്ചാൽ നമ്മൾ ബർമുഡയിലാണ് വന്ന് പെട്ടിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ബിമാസാക്കിയിലെ കാട്ടുലവാസിലാണ് വന്ന് പെട്ടിട്ടുള്ളത്. എൽ ഷേപ്പിൻ്റെ മേലേക്ക് ഫുൾ എനിമിയാണ്. ഇവന്മാർ നല്ല രീതിയിൽ റാമ്പ് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ക്യാമ്പ് ഫയർ ഇട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ഇതിന് നമ്മുടെ ടീമേറ്റ്സിൽ ഒരുത്തൻ നോക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 പേര് നോക്ക് അയച്ചിട്ടുണ്ട്. അവനങ്ങനെ പൊക്ക വിചാരിച്ച് ഞാൻ പോകുമ്പോഴത്തിന് മൊമ്മയിന് നല്ല ഡാമേജ് അപ്പോൾ ഇതിന് ഒരു നോക്ക് ഇട്ടു. ഞാൻ പിന്നെ ആ എനിമിൻ്റെ കില്ല് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം ടീമേറ്റിൻ്റെ കില്ല് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ദിമിത്രി ഇട്ടു. എന്നിട്ട് അപ്പോഴത്തേനും ഓടി. അപ്പോൾ ഒരു എനിമിനെ കണ്ടു. എന്നെ ആദ്യം ഐറിസ് ആയിരുന്നു. ആദ്യം തന്നെ നോക്കിട്ടു. ബട്ട് ഗൈസ് ഞാൻ അപ്പോഴത്തേന് ഹെഡ് കൊടുത്തുകൊണ്ട് അവളെയും കൂടി നോക്കിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് സോണി ഇട്ടുകൊണ്ട് ദിമിത്രി ഇട്ട് അവൾ രക്ഷപ്പെടുന്നത്. ഗൈസ് അവൾ ദിമിത്രി അല്ല. അവളുടെ ടീമിൽ ഒരുത്തൻ ദിമിത്രിയാണ്. ഗൈസ് 1v1 സിറ്റുവേഷൻ അയച്ചിട്ടുണ്ട്. മുഹമ്മദ് മാത്രമേ ഉള്ളൂ. ഗൈസ് എൻ്റെ ഒരു കില്ലും അവിടെ എടുക്കുന്നുണ്ട്. സോന എങ്ങോട്ട് ഞാൻ കുറേ പറഞ്ഞു ആ കില്ലൊന്ന് ഫിനിഷ് ചെയ്യും. അവർക്ക് സൈലന്നുള്ള ടൈമൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇതിന് ആ കില്ല് ഫിനിഷ് ആയിട്ടുണ്ട്. മുഹമ്മദ് നല്ല രീതിയിൽ കളിക്കാൻ നോക്കി. ബട്ട് ഗൈസ് നല്ല ഡാമ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഹെഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഗൈസ് ഒരു ചാൻസ് ഇല്ല. മറ്റോ നല്ല രീതിയിൽ സൈത്ത് കൊണ്ട് വെട്ടിക്കൊണ്ട് ഇങ്ങനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം MP5 എടുക്കാൻ വിചാരിച്ചാണ് അങ്ങനെ മുന്നിൽ പോയിക്കൊണ്ടാണ് എനിക്ക് മിനി യൂസ് എടുത്താലേ തോന്നി. അപ്പോൾ ഗൈസ് മിനി യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹെൽമെറ്റും ഒരു ഗ്ലൂ വാൾ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ 1 അയച്ചിട്ടുണ്ട്. എങ്ങനെയും കളി ജയിക്കണം. ഈ റാങ്ക് ഇങ്ങനെ മൈനസ് ആകുന്നത് കാണുമ്പോൾ നെഞ്ചൊരു പിടുക്കലാണ്. വെറുതെ റാങ്ക് മൈനസ്. പിന്നെ ഞാൻ പിന്നെ കുറച്ച് ഇമോട്ടൊക്കെ ഷോ ഇറക്കിയാണ്ട് മെല്ലെ പോയിക്കാണ്ട് എനിമീസിനെ അടിക്കാൻ വിചാരിച്ച്. ഇവിടെയാണെങ്കിൽ ഇവന്മാരാണ് വളഞ്ഞിട്ട് അടിക്കുകയാണ്. ഒരാളവിടെ ഇവിടെ അങ്ങനെ അടിക്കുന്നത്. അതായത് പോയി കൊണ്ട് അടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ എയർ ഡ്രോപ്പിന് വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ ഇവിടെ ഞെയിലുണ്ടപ്പോൾ ഞാൻ ഒരു ഗ്ലൂ വാൾ ഇട്ടിട്ട് ദിമിത്രി ഇട്ടു. ഓനപ്പോത്തിന് കവറുന്നു. അപ്പോത്തിന് മറ്റേ ഇതുണ്ടല്ലോ സ്ക്വിഡ് ഗെയിമത്തെ മറ്റേ ക്യാരക്ടറല്ല ആ വണ്ടിയിൽ. അപ്പോത്തിന് ബാക്കിൽ നിന്നും മുന്നിൽ നിന്നും സൈഡിൽ നിന്നും എല്ലാം കൂടി വളഞ്ഞോട് കേസ് മുഹമ്മദ് വന്ന് പൊക്കാൻ നോക്കി. ഒരു നോ ചാൻസ്. അപ്പോത്തിന് അടിച്ചിട്ടുണ്ട്. പിന്നെ സ്മോമീനെ അടിച്ചിട്ടുണ്ടായിരുന്നു. 1v3 സിറ്റുവേഷൻ ആയിരുന്നു. ഇവിടെ സ്മോമീനെ അടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കില്ല് എടുത്തിട്ടുണ്ട്. മുഹമ്മദ് ഒരു കില്ല് എടുത്തിട്ടുണ്ട്. എങ്ങനെയും ഈ കളി കഴിയുമ്പോൾ ഞങ്ങൾ കളിക്കാൻ കഴിയണം. ഇത്ര കളിക്കും. ഓനും അപ്പോത്തിന് ആരവളം എടുക്കണേ. 2 അടമുള്ളിട്ട് എന്തായാലും അറിയാമല്ലോ 3 സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ UMP ആണോ MP40 ആണോ എടുക്കേണ്ടത് വിചാരിച്ചുകൊണ്ട് ഒരു UMP എടുത്തിട്ടുണ്ട്. പിന്നെ 3 ഗ്ലൂ വാൾ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വെസ്റ്റിനോടും ഹെൽമെറ്റിനോടൊന്നും കൂടുതൽ താല്പര്യമൊന്നുമില്ല. എനിക്കതുകൊണ്ട് വലിയ ഉപകാരം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ വെസ്റ്റ് ഹെൽമെറ്റൊന്നും അങ്ങനെ എടുക്കാറില്ല. കൂടുതലും ഗണ്ണ് എടുക്കും, ഗ്ലൂ വാൾ എടുക്കും. ഗ്ലൂ വാളാണ് മെയിൻ. എപ്പോഴും ഗ്ലൂ വാൾ എടുത്തിട്ടേ കണ്ണ് വരെ ആലോചിക്കുള്ളൂ. ഗ്ലൂ വാളാണ്. ഞാനിപ്പോൾ റൂം കളിക്കുകയാണെങ്കിൽ പോലും ഫസ്റ്റ് ചെയ്ത് നടക്കുക. പിന്നെ ഇവൻ്റെ ഒപ്പം പൊക്കാൻ പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പം പെട്ടെന്ന് നോക്ക് വന്ന് എനിക്ക് തോന്നിയോണ്ട് തന്നെ AW ആണല്ലോ. അപ്പോൾ തന്നെ എനിക്ക് നല്ല ഡാം കിട്ടി. ഇനി മെഡ് അടിക്കുക. അപ്പോൾ തന്നെ സോന ഇങ്ങോട്ട് ഓടുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ മെഡ് അടിച്ചിട്ട് കണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൈസ് അവിടെ ഒരു എനിമയെ കണ്ട് കഴിയുന്ന രീതിയിൽ നല്ല രീതിയിൽ കുത്തിപ്പിടിച്ച് ഡാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഗൈസ് നടന്നിട്ടില്ല. മുഹമ്മദ് അപ്പോൾ തന്നെ യോഗമൊക്കെ എടുക്കുന്നുണ്ട്. AW കൊണ്ട് റീസ്റ്റാറിനെ തീർത്തിട്ടുണ്ട്. ഇപ്പോൾ 2v2 സിറ്റുവേഷൻ ആയിട്ടുണ്ട്. അവിടെ ഒരു എനിമയെ കണ്ടു. ഓർക്ക് കുറച്ച് കുത്തിപ്പിടിച്ച് ഡാം കൊടുത്തു. അപ്പോൾ തന്നെ സോന കുത്തിപ്പിടിച്ചാണ്ട് തലമണ്ടയ്ക്ക് 70 കൊടുത്തുകൊണ്ട് ഓൻ്റെ കില്ലാണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 1 ടാബ് അടിച്ചാണ്ട് എടുത്തിട്ടുണ്ട്. ഗൈസ് റൈറ്റ് നല്ല അടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദിമിത്രി ഇട്ടാണ്ട് 3 ഗ്ലൂ വാൾ ഇട്ടിട്ട് കവർ എടുത്തു. ഇനി നീച്ചിട്ട് മെഡെടുക്കാം. മുഹമ്മദ് ഉണ്ട്. ഓന് 3 കഴിഞ്ഞ്. പിന്നെ മെല്ലെ പോകുമ്പോഴത്തേന് സോനിക്ക് ആ കില്ലാണ്ട് എടുത്തിട്ടുണ്ട്. മുഹമ്മദ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ 2 കില്ലുണ്ട്. മുഹമ്മദ് 3 കില്ല് എടുത്തിട്ടുണ്ട്. 1-2 സ്കോർ ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു AW എടുക്കാൻ വിചാരിച്ചു. ഓനെ AW കൊണ്ടാണ് നേരത്തെ AW കൊണ്ടാണ് ആ 2-3 കില്ല് എടുത്തത്. 2 കില്ലോണ് എടുത്തതാണ് AW കൊണ്ടാണ്. കഴിയുന്ന രീതിയിൽ ഞങ്ങൾ രണ്ടാളും കളിക്കുന്നുണ്ട്.
ബാക്കിയുള്ള രണ്ടും ബംഗാളീസാണ്, നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ അവനോട് കുറേ പറയണേ, ഞങ്ങൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഞങ്ങൾ പിന്നെ ഞാൻ വെറുതെ ഗ്ലൂ വാളൊക്കെ ഇട്ടുകൊണ്ട് പോയി കണ്ട് റഷ് ചെയ്യാൻ പറഞ്ഞു. അവനാണെങ്കിൽ ലോങ് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ വെറുതെ പോയി അടി വാങ്ങണ്ടല്ലോ വിചാരിച്ചു ഞാൻ ഇതിൻ്റെ മേലെ കൂടെ പോകാൻ വിചാരിച്ചു. പിന്നെ ഒരു AW കൂടി കിട്ടി, ഞാൻ AW എടുത്ത് പോയിരുന്നു. പിന്നെ പക്ഷേ ഇത് സ്കാർ മാക്സ് ആയിരുന്നു, സ്കാറൊക്കെ ആർക്കാൻ വേണ്ടി. അപ്പോൾ തന്നെ അവിടെ ഇവിടുന്ന് അടി പൊട്ടണ ശബ്ദം കേട്ട് നമ്മളെ ടീംമേറ്റിൽ വരുന്ന നോക്ക് വായിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് അടി കേട്ട്. അവിടെ എനിമി ഉണ്ടാവും വിചാരിച്ച് സ്കോപ്പ് ചെയ്താണ്. എനിക്ക് അവിടെ എനിമിയൊന്നുമില്ല, കഴിയുന്ന രീതിയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മളെ മുഹമ്മദ് അവിടെ നല്ല രീതിയിൽ കളിക്കാൻ ക്യാമ്പ് ചെയ്ത് കളിക്കണം. ക്യാമ്പല്ല ഒളിച്ചിരുന്ന് കളിക്കണം. അപ്പോൾ തന്നെ ഒരുത്തം കയറി വന്നു. ഞാനാണ് ദിമിത്രിട്ട്. അപ്പോൾ തന്നെ എന്നെ ഫിനിഷ് ചെയ്യാൻ വിചാരിച്ചു കൊടുക്കുക. സോങ് ഫിനിഷ് ചെയ്തു. എൻ്റെ പേരെന്തോ വൈറ്റ് യൂട്യൂബറാണ് തോന്നുന്നുണ്ട്. ഈ മമ്മീൻ്റെ 1v3 ആണ്. 1v3 എടുക്കും തോന്നുന്നില്ല. കുറേ കാലമായി കളിച്ച് ഈ അടുത്ത് തുടങ്ങിയിട്ട് കുറേ കാലമായി. സി അക്കൗണ്ട് കുറച്ച് കാലമായി ആണ് കയറിയിട്ട്. ആദ്യം തന്നെ ആ റേസ്റ്റാർ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കളിക്കുന്ന പിള്ളേരെ നോക്കെടുത്തു. പിന്നെ 2 നോക്കിട്ടുണ്ട്. നല്ല കളികളാണ്. നിങ്ങളെ സ്കോഡിലുണ്ടാവുമല്ലോ ഇതേപോലെ കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ ഓരോ കമൻറ്റ് ചെയ്യും. പിന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് എടുത്തു. അപ്പോൾ തന്നെ സോർത്തി അവിടെ നിൽക്കുന്നുണ്ട്. ആ ഇറിസ് അവൾക്കൊരു 150 കൊടുത്തു. അവനെ AW കൊണ്ട് 127 കൂടി കൊടുത്തിട്ട് ആ റൗണ്ടായിട്ട് എടുത്തിട്ടുണ്ട്. 2.5 ഇമോട്ടടിച്ച് വെറുതെ കയ്പ്പ് കാണിക്കുകയാണ്. മിക്കവാറും ഇനി റിവെഞ്ച് തറ വന്നുകൊണ്ട് ഓനക്ക് കിട്ടും ഇമോട്ടും ഓനക്ക് കിട്ടി ഇമോട്ടും എല്ലാം കൂടി കിട്ടി മൂഞ്ചെന്ന് ഞാൻ കരുതിയത്. എൻ്റെ അടുത്താണെങ്കിൽ ആകെ MP5 മാക്സ് എടുത്തിട്ടുണ്ട്. MP5 അപ്ഗ്രേഡ് ചെയ്ത് മാക്സ് ആക്കിയിട്ടുണ്ട്. എനിക്ക് ഗ്ലൂ വാളും കൂടി വേണമെന്നുണ്ടായിരുന്നു. അവനോട് ചോദിച്ചെടുക്ക് സോൻ്റെ അടുത്ത് പോകാനില്ല. ഓനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഓനുണ്ടോ ചോദിച്ചാൽ സോൻ്റെ അടുത്ത് ഇല്ലയെന്ന് പറഞ്ഞു. ഇനി ഈ റൗണ്ട് കൂടി എടുത്താൽ നമുക്ക് ഓരെക്കാളും ഒരു റൗണ്ട് മുന്നിലേക്ക് നിൽക്കാം. ഇപ്പം 2-2 സ്കോറുള്ളത്. അവന്മാരെന്തായാലും എവിടെ നിൽക്കാന്നുള്ള ഏകദേശം ഓരോരുത്തരും എവിടെ അടിക്കാൻ തോന്നിയ ഭാഗത്തു നിന്ന് പോയി കണ്ട് അടിക്കാം. ഞാനാണെങ്കിൽ മേലെ നിൽക്കുകയാണ്. ഓല് എന്തായാലും ഒരുത്തനേലും മേലെ കയറാക്കൂലല്ലോ. ഞാനും മുഹമ്മദും കൂടി മേലെ കയറി നിൽക്കാൻ വിചാരിച്ചു. അവന്മാരാണെങ്കിൽ അവിടെ നിന്ന് ഒരുത്തനെ നോക്കിയിരുന്നു. ഞാനാണെങ്കിൽ 11-9 കൊടുത്തിട്ടുണ്ട്. ഞാൻ അവന്മാരെ പോയി കുത്തി പിടിച്ച് കൊന്നാലേ വിചാരിച്ച് ഞാൻ തീ കൂടെ പോവുകയാണ്. ഒത്തിരി മുഹമ്മദ് പറയണ്ടേ പോകണ്ടെന്ന്. നമുക്ക് കില്ലാണ് മുഖ്യം. ഒത്തിരി ഓൻ പറഞ്ഞു ഇവിടെ എനിമി ഉണ്ട് പറഞ്ഞു. അതേ ഒരുത്തന്നെ അവിടെ ഒരു എനിമി ഉണ്ടായിരുന്നു. ഓനെ 1 ടാപ്പ് അടിച്ചിട്ടുണ്ട്. പിന്നെ മേലെ പോയി എനിമീനെ ഫിനിഷ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ മെല്ലെ പോയാണ്ട് നമ്മൾ 3 ആളുണ്ട്. ഈ കളി ജയിച്ചാൽ നമ്മൾ 3-2 സ്കോറാവും. ഇനി ഓലൊരു 1v3 എടുത്താലേ ജയിക്കുള്ളൂ. അപ്പോൾ മേലെന്ന് പേടിക്കണ ശബ്ദം കിട്ടും. ഞാനും മുഹമ്മദും കൂടി കില്ലെടുക്കാൻ വേണ്ടി മണ്ടുകയാണ്. മേലെ കയറി പോയി കണ്ട് അവൻ അടിക്കാൻ വിചാരിച്ച് ഞാൻ വേഗം കയറി പോയി കണ്ട് പോകുമ്പോഴത്തേനും അവിടെ എനിമി ഉണ്ട്. കഴിഞ്ഞ രീതി 3-18 എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഓൻ കയറി എന്നങ്ങാണ്ട് കുത്തി പിടിച്ചാണ്ട് ആ കില്ലും കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ MH എടുത്തിട്ടുണ്ട്. AK മാറ്റിയാണ്ട് MH എടുത്തിട്ടുണ്ട്. AK മാറ്റിയിട്ട് M18 പിന്നെ MP5 മാക്സും ഇപ്പം എൻ്റെ അടുത്തുള്ളത്. പിന്നെ മിനീസ് എടുത്തിട്ടുണ്ട്. വെസ്റ്റ് ലെവൽ 4 ആക്കിയിട്ട് നെയ്ഡും ഇതൊക്കെ എടുത്തിട്ട് മഷ്റൂമും പിന്നെ ഇപ്പോൾ പുതിയ ഇത് വന്നിട്ടുണ്ടല്ലോ ഡ്രാഗൺ ഫെർട്ടിലൈസർ തന്നെ വേറെ അതും എടുത്തിട്ടുണ്ട്. ഇനി നേരെ പോയി കാണാണ്ട് എടുക്കുക. പിന്നെ കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുന്നുണ്ട് നൂബ് 1v1 ആ നൂബ് എന്നൊക്കെ വിളിച്ച് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ സെക്കൻഡ് അക്കൗണ്ടാണ്. ഫസ്റ്റ് അക്കൗണ്ട് ഞാൻ ഉപയോഗിക്കാറില്ല, അങ്ങനെ കളിക്കാറില്ല. സെക്കൻഡ് അക്കൗണ്ടാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് അക്കൗണ്ടിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സ്കോർ 3-2 ഞാൻ നേരെ MH എടുത്ത് പോവുകയാണ്. അവിടെ അപ്പോൾ തന്നെ നമ്മളെ ടീമേറ്റ് ഒരുത്തൻ നോക്കുന്നുണ്ട്. ഞാൻ അവിടെ എനിമി ഒന്നിനെ അടുക്കും വിചാരിച്ചാൽ ആദ്യം തന്നെ ദിമിത്രിയൊക്കെ ഇട്ട് നിൽക്കാന് ഓനക്കൊരു നേട് പറഞ്ഞെടുത്തേ നല്ല രീതിയിൽ ഡാം കൊടുക്കാൻ നേരത്തെ അപ്പോൾ തന്നെ മണ്ടി പോയി. ഞാൻ എൻ്റെ ഐക്കുള്ള ഫ്രീസും നേടൊക്കെ എടുത്ത് തരുന്നുണ്ട്. എനിക്കാണെങ്കിൽ നല്ല ഡാം കിട്ടുന്നുണ്ട്. ഓൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ ഞാൻ മെല്ലെ മെഡടിച്ച് കഴിഞ്ഞിട്ട് പോയി അടിക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിന് ഇവിടെ 2-3 എനിമിനെ കണ്ട് ഞാൻ മെല്ലെ അവിടുന്ന് സ്കൂട്ടാവുക വിചാരിച്ചു അവിടുന്ന് വണ്ടി. പിന്നെ ഡ്രാഗൺ ഫെർട്ടിലൈസറൊക്കെ കൊടുത്തുകൊണ്ട് ഞാൻ ഓടി ബാക്ക് കൂടെ പോയി അടിക്കാൻ വിചാരിച്ചു. ഇവിടെ ഒരുത്തനെ കണ്ട് ഞാൻ ഡ്രാഗ് ചെയ്ത് അടിക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിന് അപ്പുറത്ത് സാൻഡിനോട്ട് വരുന്നൊക്കെ ഉണ്ട്. ഓനെ ഫുള്ള് റെഡ് അടിച്ച് കണ്ടാണ്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരുത്തനും കൂടി ഉണ്ട്. ഒരുത്തനെ അപ്പോൾ അതിന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി എനിക്ക് അടിക്കാൻ നേരം കിട്ടാത്തതുകൊണ്ട് ഒരുത്തൻ അപ്പോൾ അതിന് മറ്റേ ഐറിസ് ഉണ്ടല്ലോ ഓള് വന്നുകൊണ്ട് എനിക്ക് നല്ല ഡാമേജ് ഞാൻ സോണെ അപ്പോൾ ഓളെ കുത്തി പിടിച്ച് വന്നേ. ഇപ്പം നമ്മൾ ഹീറോയ്ക്ക് 3 സ്റ്റാർ അയച്ചിട്ടുണ്ട്.